Srimati Bhaktivedanta Swami. Namaste Saraswati Devi Gaurivani Prachara. Jai Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shivasar Gaur Bhakta Vrinda Hare Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare Krishna. എല്ലാവർക്കും മറ്റൊരു സത്സംഗത്തിലേക്ക് സുസ്വാഗതം. നമ്മള് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 17 ശ്ലോകം 15. ഹരേ കൃഷ്ണ. പതിനേഴിൽ 15. ഹരേ കൃഷ്ണ. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യാസനം ചൈവ വാങ്മയം തവ ഉച്യതേ. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സാധ്യായാഭ്യാസനം ചൈവ വാങ്മയം തവ ഉച്യതേ. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യാസനം ചൈവ വാങ്മയം തവ ഉച്യതേ. വിവർത്തനം ഭാവാർത്ഥം ശില പ്രഭുപാദ് കി ജയ്. സത്യവും പ്രയോജനകരവും കേൾക്കുന്നവർക്ക് ഉദ്വേഗമുണ്ടാക്കാത്തതും ഹിതകരവുമായ സംഭാഷണവും പതിവായുള്ള വേദമന്ത്രോച്ചാരണവുമാണ് വാങ്മയമായ തപസ്. ഭാവാർത്ഥം ശില പ്രഭുപാദ് കി ജയ്. മറ്റുള്ളവരുടെ മനസ്സിൽ വ്യാകുലത ഉണ്ടാക്കുന്ന വിധം സംസാരിക്കരുത്. ഗുരു സംസാരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുന്നതിനായി സത്യം പറയണം. എന്നാൽ അതേ ആചാര്യൻ തന്റെ ശിഷ്യരല്ലാത്തവരോട് അവരുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന വാക്കുകൾ പറയാൻ പാടില്ല. വാക്കിനെ സംബന്ധിച്ച തപസ്യയാണിത്. നിരർത്ഥകമായ സംഭാഷണവും പാടില്ല. ആധ്യാത്മിക വൃത്തങ്ങളിലെ സംഭാഷണ വിഷയം വേദഗ്രന്ഥങ്ങളെ മുൻനിർത്തിയായിരിക്കണം. താൻ പറയുന്നതിന് ഉപോത്ബലകമായി ഉടനെ വൈദിക പ്രമാണത്തിൽ നിന്ന് ഉദ്ധരിക്കണം. അതേസമയം സംഭാഷണം ശ്രവണം സുഖപ്രദവുമായിട്ട് അത്തരം ചർച്ചകൾ പങ്കെടുക്കുന്നവർക്ക് വളരെ ഗുണം ചെയ്യുമെന്ന് മാത്രമല്ല, മനുഷ്യവർഗത്തിന്റെ ഉന്നതിക്ക് സഹായമാവുകയും ചെയ്യും. വൈദിക സാഹിത്യം അളവറ്റതാണ്. അത് പഠിക്കുകയും വേണം. ഇതിനെയാണ് വാങ് സംബന്ധിയായ തപസ് എന്ന് പറയുന്നത്. നമാവോം വിഷ്ണുപദായ കൃഷ്ണപ്രസാദ് ശ്രീമതി ജയപതാക സ്വാമി. നമാവോം വിഷ്ണുപദായ കൃഷ്ണപ്രസാദ് ബുദ്ധലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി. നമസ്തേ സരസ്വതി ഗൗരിവാണി പ്രചാരണ നിർവേശ സുശ്രീമതി പാശ്ചാത്യ ദേശുതൻ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാചാര്യ ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. വളരെ നല്ലൊരു ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു കാര്യം കൂടെയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഏരിയയാണ്. ഇപ്പൊ നമുക്ക് തുടങ്ങാം. ശ്രീല പ്രഭുപാദര് പറഞ്ഞിട്ടുണ്ട്, ഗുഡ് ഇന്റൻഷൻസ് ആർ നോട്ട് ഗുഡ് ഇനഫ് ഫോർ ഹാർഷ് വേർഡ്സ്. എന്താണ്? ഗുഡ് ഇന്റൻഷൻസ് ആർ നോട്ട് ഗുഡ് ഇനഫ് ഫോർ ഹാർഷ് വേർഡ്സ്. ഹാർഷ് വേർഡ്സ് എന്ന് പറഞ്ഞാല് മോശപ്പെട്ട വാക്കുകൾ അല്ലെ. മോശമായ വാക്കുകൾ ഉപയോഗിക്കാൻ അതിന് പുറകിലുള്ള സദുദ്ദേശം ആയാൽ പോലും നല്ലതല്ല. നോട്ട് ഗുഡ് എന്ന് പറയും അല്ലെ. അപ്പോ അല്ലെ, നമ്മള് ചിലപ്പോ സത്യം പറയും, സത്യമാണ് പറയുന്നതെങ്കിലും ചില ആൾക്കാർക്ക് അത് നോവും, വേദനിക്കും. അപ്പൊ നമ്മൾ പറയാൻ പാടില്ല. മോശമായ വാക്കുകൾ പറയാൻ പാടില്ല. ഉപയോഗിക്കാൻ അതിന് പുറകിലുള്ള സദുദ്ദേശം അല്ലെ, നല്ല കാര്യത്തിന് വേണ്ടിയാണ് പറയുന്നതിൽ പോലും ആയാൽ പോലും വാക്കുകള് നല്ലത്. അപ്പൊ ഒരിക്കലും നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല.
അത് വാഗ്മയ തപസ്സിൽ നിന്ന് ഓഫ് ട്രാക്കായി പോകുന്നതാണ് പറയുന്നത്. അപ്പോ അതായത് നമ്മളൊരു തപസ്സിലായിരിക്കും. വൈഷ്ണവരെല്ലാവരും ഒരു തപസ്സിലായിരിക്കണം. എന്ത്? വാങ്മയ തപസ്. എന്ത് തപസ്സാണത്? അതായത് മോശപ്പെട്ട ഒരു വാക്ക് നമ്മള് പറയില്ല എന്നുള്ള ഒരു തപസ്. അല്ലെ? നല്ലൊരു ശ്ലോകമാണ്. ഇപ്പോ നമ്മള് കേട്ടിട്ടുണ്ടല്ലേ, സാമം ദാനം ഭേദം ദണ്ഡം. പണ്ടൊക്കെ നമ്മൾ ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട്, സാമം ദാനം ഭേദം ദണ്ഡം, അല്ലെ? ഇപ്പോ ഒരു ഉദാഹരണം, ഒരു കുഞ്ഞിന് അമ്മ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? എന്നും പറഞ്ഞിരിക്കും, വാ തുറക്കത്തില്ല, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യമൊക്കെ നമ്മൾ വളരെ സമാധാനമായിട്ട് സംസാരിക്കും. എന്താണ്? നല്ല കുട്ടനല്ലേ, നല്ല കുട്ടിയല്ലേ, നല്ല മക്കളല്ലേ, അമ്മയുടെ നല്ല ചുന്ദരി കുട്ടനല്ലേ, സുന്ദരിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വളരെ, അല്ലേ, വളരെ സമാധാനമായിട്ട്, വളരെ എന്താണ്, കുറച്ച് പഞ്ചാരയൊക്കെ ചേർത്ത് സംസാരിക്കും, അല്ലേ? അപ്പോഴും എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നതെങ്കില്, അത് പറ്റിയില്ലെങ്കിൽ, അപ്പൊ ആദ്യം നമ്മൾ സാമം നോക്കും, അല്ലേ? അപ്പൊ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാനം. സാമം ദാനം, അല്ലേ? അപ്പോ പറയണം, അതായത് ഫ്രിഡ്ജിൽ ഒരു ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ട്, കാഡ്ബറീസ് ചോക്ലേറ്റ് ഇരിക്കില്ലേ? ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാല് ഇത് മുഴുവൻ, ഈ പ്ലേറ്റ് ഇരിക്കുന്ന മുഴുവൻ കഴിച്ചാൽ ഞാൻ ആ ചോക്ലേറ്റ് തരാം, അല്ലേ? എന്ന് പറഞ്ഞു. അതാണ് ദാനം. ദാനം കൊടുക്കും, അല്ലേ? അടുത്ത ലെവൽ അതാണ്. എന്താണ്? എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ട് പ്രീതിപ്പെടുത്തി പറഞ്ഞു നോക്കും. ചിലപ്പോ അത് ചോക്ലേറ്റ് കിട്ടുമല്ലോ. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലോ ആ ചോക്ലേറ്റ് ഞോണ്ട് വാങ്ങും. ഇപ്പൊ നമ്മൾ നിർബന്ധിച്ച് ആ ചോക്ലേറ്റ് ആദ്യം എടുത്ത് കൊടുക്കേണ്ടി വരും. ആദ്യം കഴിച്ചിട്ട് പറയും, ഇനി എനിക്കൊന്നും വേണ്ടെന്നോ. അല്ലേ? ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നമ്മളെ പറ്റിക്കും ഇങ്ങോട്ട്. എന്നാലും അതാണ് ദാനം, സാമം ദാനം. അപ്പൊ അത് കഴിഞ്ഞാൽ എന്താണ്? ഭേദം. അത് പറ്റിയില്ലെങ്കിൽ എന്താണ്? ഭേദം. അതിന്റെ ഭേദം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പാരിസൺ. അടുത്ത വീട്ടിലെ എന്താണ്, ശരത്ത് മോനെ കണ്ടോ, അല്ലെ? ശരത്ത് മോൻ എന്ത് നന്നായിട്ട് ആഹാരം കഴിക്കും, അവൻ നല്ല ഗുണ്ടുമണി പോലെ ഇരിക്കുന്നുണ്ടോ, അവൻ നല്ല മിടുക്കനല്ലേ, പഠിക്കാനൊക്കെ മിടുക്കനല്ലേ, മോന് നല്ല പഠിക്കണ്ടേ, മോന് നല്ല പഠിച്ച് നല്ല മിടുക്കനാവണ്ടേ, അതിനു വേണ്ടി നമ്മള് അതുപോലെ ആവണ്ടേ, ശരത്തിനെ പോലെ ആവണ്ടേ, അതുകൊണ്ട് മക്കൾ കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മള്, അപ്പൊ ശരിയാണ്, നല്ല കുട്ടിയാണ്, അല്ലേ? അപ്പൊ അത് പറ്റിയില്ലെങ്കിലാണ് എന്താണ്? ഭേദം, കമ്പയറിങ്. മോശമായ എക്സാമ്പിളും ശരിയായ എക്സാമ്പിളും എടുത്തു, അല്ലെ? കാര്യം എന്താണ്? അപ്പുറത്തെ കുട്ടി എന്താ ഇങ്ങനെ ഇരിക്കണുണ്ട്, ഒന്നും കഴിക്കാത്തവരാണ് അങ്ങനെ ഇരിക്കണേ, എന്ന് ദിവസം അസുഖമില്ലേ, അപ്പൊ അതുപോലെ മോന് അസുഖം വരണോ? അല്ലെ? വേണ്ടല്ലോ. അതുകൊണ്ട് നന്നായിട്ട് ആഹാരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, വാ തുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ തുറപ്പിച്ചു. അപ്പൊ കുറെ ശരിയായ എക്സാമ്പിളും മോശമായിട്ടുള്ള എക്സാമ്പിളും ഒക്കെ പറഞ്ഞ് കമ്പയർ ചെയ്ത്, അല്ലെ, അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട്, അപ്പൊ അതാണ് സമം ദാനം, അല്ലെ? സമം ദാനം ഭേദം, അല്ലെ? അപ്പൊ ഇനി അടുത്ത എന്താണ്? ദണ്ഡം. ഒന്നും നടന്നില്ല എങ്കിൽ, ഇപ്പോഴും പറഞ്ഞാണ് ഇരിക്കണമെങ്കിൽ ഒറ്റയടി, അല്ലെ? ഒരു കിഴുക്ക്, ഒരു പിച്ച്, ഒരു അടിയൊക്കെ കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് അതാന്ന് പറഞ്ഞു തുറക്കുമ്പോ, അല്ലെ, കരയുമ്പോ വാർക്കുമ്പോ ഇങ്ങോട്ട് വെച്ചെടുത്തു, കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ഞങ്ങളൊക്കെ കഴിക്കും, അല്ലെ? അപ്പൊ ഇതാണ് നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാ അമ്മമാരും ഇത് അനുഭവിച്ചിട്ടുള്ളത്. സാമം ദാനം ഭേദം ദണ്ഡം. അവസാനമാണ് ദണ്ഡം, അല്ലെ? നമ്മൾ വൈഷ്ണവത്തില് നമ്മൾ ശരിക്കും പറഞ്ഞ എന്താണ്, ദണ്ഡം അങ്ങനെ എടുക്കത്തില്ല. അതിനു മുമ്പേ തന്നെ നമ്മള് കാര്യം സാധിക്കും. തിരുക്കുറലിൽ പറയുന്നുണ്ട്, തമിഴന്മാര് പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ഇനിമയായ പേശ്, ഇനിമയായി പേശുന്ന, അതായത് മധുരമായിട്ട് സംസാരിക്കണം. നമ്മൾ എന്ത് സംസാരിച്ചാലും അതിനകത്ത് കുറച്ച് പച്ചാറി ശർക്കരയൊക്കെ ചേർത്തിട്ട് വേണം സംസാരിക്കാൻ. ഇനിമയായ പേശ്, അല്ലെ? അവർ നല്ല തിരുക്കുറളിൽ നല്ല കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് പറയും? ചിന്തിത്ത് പേശ്, അല്ലെ? അതായത് നമ്മൾ ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാനായിട്ട്. എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പേ നമ്മളൊന്ന് ചിന്തിക്കണം, അതിന്റെ ആവശ്യമുണ്ടോ, വേണം, ഇപ്പൊ പറയണോ, അല്ലെ? അതിപ്പോ പറയാൻ കൊടുക്കുന്നതാണ്, അല്ലെ? ആ സന്ദർഭം നോക്കണം. ചിന്തിത്ത് പേശ്. അപ്പൊ ചിന്തിച്ചിട്ട് വേണം നമ്മള് സംസാരിക്കാനായിട്ട്. പിന്നെ തിരുക്കുറളിൽ പറയാം എന്താണ്? സഭയറിന്ത് പേശ്. ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പിൽ ഇരിക്കുകയാണ്, നമ്മൾ കുറെ ആൾക്കാരുമായിട്ട് കൂടി ഇരിക്കുകയാണെങ്കിൽ, ആ സഭയിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെയുള്ളവരാണ്? ഞാനിപ്പോ പറയുന്നത് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ, അത് ഇഷ്ടമാണോ, അല്ലെങ്കിൽ ഈ സഭയിൽ പറയാൻ പറ്റുന്ന വാക്കാണോ? അപ്പൊ സഭയറിന്ത് പേശ്.
ഡിസ്കസിങ് ഇൻ ദ ഗ്രൂപ്പ്, അല്ലെ? ഒരു ഗ്രൂപ്പിലൊക്കെ നമ്മൾ കൂട്ടത്തോടൊക്കെ ഇരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കണം. പിന്നെയോ ഏറ്റവും നല്ലതാണ് ഏറ്റവും അവസാനം അവർ പറഞ്ഞു. എന്താണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും വളരെ ഉപയോഗപ്പെടുന്നതാണ്, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവിനും. പേസാതിരുന്നും പഴക്. അതാണ് എന്താണ് പേസാതിരുന്നും പഴക്. അതായത് നമ്മൾ പറയില്ലേ മൗനം വിദ്വാൻ ഭൂഷണം. എന്തൊക്കെ മലമറിഞ്ഞ് വന്നാലോ ചിരിച്ചുകൊണ്ടിരിക്കും, അല്ലേ? മിണ്ടില്ല, ഒന്നും മിണ്ടത്തില്ല, കുഴപ്പമില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴല്ലേ അത് പിന്നെ അത് ഇഷ്ടപ്പെടില്ല, അതിനെ കുറിച്ചിട്ടുള്ള വേറെ കഥകളല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിക്കും. അതിനേക്കാൾ നല്ല മിണ്ടായിരിക്കുന്നല്ലേ, അല്ലേ? പേസാതിരുന്നും പഴക, അത് വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? അങ്ങനെ മൗനമായിട്ടിരിക്കാൻ. പഴകെന്ന് പറഞ്ഞാൽ ശീലിക്കണമെന്ന്. അങ്ങനെ പറയാതിരുന്ന് മിണ്ടാതിരുന്ന് ശീലിക്കണം എന്നാണ്. ശീലിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. അതായത് നമുക്ക് പറ്റത്തില്ല എന്നർത്ഥം. മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ഇരച്ച് തുമ്മിച്ചോണ്ട് വരുമ്പോ നമ്മൾ അതിന്റെ അപ്പുറത്തായിട്ട് ഇരച്ച് തിരിച്ചു ചുമിച്ചു, വലിയ പ്രശ്നം. അവിടെ ഭൂകമ്പം നടക്കും, അല്ലേ? മഹാഭാരത യുദ്ധം ആ വീട്ടിനകത്ത് നടക്കുവാണ്. ആണോ അല്ലയോ? നമ്മളൊക്കെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? എല്ലാവരും പലരും ചിരിക്കുന്നുണ്ടാവും. ശരിയാണ്. അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ്? പേസാതിരുന്നും പഴക്, മൗനം വിദ്വാനും ഭൂഷണം. ഇനി ഭർത്താവൊന്നും മിണ്ടാതിരുന്നില്ല, നിങ്ങൾക്കൊന്നും മിണ്ടിക്കൂടെ, എന്താ നിങ്ങൾ നാളെ ഇറങ്ങിപ്പോയോ ചോദിക്കും. പിന്നെ വീണ്ടും, അല്ലേ? കുത്തിയാണ് നമ്മളെ എന്താണ് പ്രകോപിപ്പിക്കുന്നത്. പേസാതിരുന്നും പഴക, മൗനം വിദ്വാനും ഭൂഷണം, അല്ലെ? മിണ്ടാതിരുന്ന് നമ്മള് ശീലിക്കണം. എന്തൊക്കെ വന്നാലും മല മറിഞ്ഞു വന്നാലും മിണ്ടരുത്. മല പറവോലും ഇരിക്കും, പറവോലും പോലെ ഇരിക്കും, അല്ലേ? അപ്പൊ ഇതാണ് അപ്പൊ അത് എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കുക. നമുക്കത് ഒരുപാട് ഉപയോഗം ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പൊ ഇതാണ് ഇപ്പൊ ഇന്നത്തെ ശ്ലോകത്തില് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് പറയുന്നത്? അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്യത്ത്. അനുദ്വേഗകരം വാക്യം, നമ്മൾ വാക്യങ്ങളൊക്കെ പ്രയോഗിക്കുമ്പോൾ അനുദ്വേഗകരമായിരിക്കണം എന്ന് പറയും. നന്നായി സംസാരിക്കാനുള്ള കലയെ കുറിച്ചിട്ടാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നതെന്ന് അർത്ഥം, അല്ലെ? നന്നായിട്ട് എങ്ങനെ സംസാരിക്കാം, എങ്ങനെയാണ് നന്നായിട്ട് ഒരാളെ വിഷമിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കാമെന്നാണ് ഈ ശ്ലോകത്തില്, അല്ലെ? 17-ാം അധ്യായം, ഇത് 17-ാമത്തെ അധ്യായം, അല്ലെ? ശ്രദ്ധാവിഭാഗങ്ങൾ എന്ന് പറയുന്ന 17-ാമത്തെ അധ്യായമാണ്. അപ്പൊ 17-ാം അധ്യായം മനുഷ്യന്റെ സ്വഭാവങ്ങളെ മൂന്നായി തിരിക്കുന്നു. അതിൽ സംസാരത്തെക്കുറിച്ചുള്ള തപസ്സിനെയാണ് വാങ്മയ തപസ്, അല്ലെ? അതാണ് ഇതിൽ വിശദീകരിക്കുന്നത്, ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. നമ്മൾ എന്ത് സംസാരിക്കണം എന്നതിനേക്കാൾ എങ്ങനെ സംസാരിക്കുന്നു എന്നതിലാണ് കാര്യം. നമുക്ക് എന്തും പ്രസന്റ് ചെയ്യാം ഒരാളുടെ ഫ്രണ്ടിൽ, പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്, എങ്ങനെ സംസാരിക്കണം, അല്ലെ? എങ്ങനെ സംസാരിക്കുന്നു എന്നതിലാണ് പ്രധാനമോ, അല്ലെ? അപ്പോ സംസാരത്തിന് 4 തൂണുകളുണ്ടെന്നാണ് പറയുന്നത്, 4 പില്ലേഴ്സ്. അപ്പൊ അതാണ് ഇവിടെ ആ 4 ഇവിടെ പറഞ്ഞത്. ആദ്യത്തെ എന്താണ്? അനുദ്വേഗകരം. എന്താണ്? ഒരാളെ അജിറ്റേറ്റ് ചെയ്യിപ്പിക്കാതെ, നോൺ അജിറ്റേറ്റ്. അതായത് ഒരാളെ വികാരപ്പെടുത്താതെ, വ്രണപ്പെടുത്താതെ, ദേഷ്യപ്പെടുത്താതെ, വിഷമിപ്പിക്കാതെ, സങ്കടപ്പെടുത്താതെ വേണം നമ്മൾ പറയാനാണ്. അനുദ്വേഗകരം വാക്യം. അതാണ് ആദ്യം പറയുന്നത്. ഭഗവാൻ പറയുന്നതാണ്, വേറെ ആരും പറഞ്ഞല്ല. ഭഗവാൻ അറിയാം നമ്മളൊക്കെ ഇങ്ങനെയുള്ള വഷളന്മാരാണ്, അല്ലെ? അപ്പോ ഇതൊക്കെ മാറ്റി, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അനുദ്വേഗകരം വാക്യം ആയിരിക്കണം. നമ്മുടെ വാക്കുകൾ കേട്ട ഒരാൾക്ക് പേടിയോ പരിഭ്രമമോ വിഷമോ ദുഃഖമോ തോന്നാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അത് അയാളെ തളർത്തുന്ന രീതിയിലാകരുത്. മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്, അല്ലെ? മനസ്സിലാവുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോ അനുദ്വേഗകരം വാക്യം. പിന്നെ എന്താ പറയണത്? സത്യം. സത്യം പ്രിയഹിതം ചെയ്യുന്നവർ. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂത്ത്ഫുൾനെസ്. സംസാരം എപ്പോഴും സത്യമായിരിക്കണം. നമ്മൾ കള്ളം പറയാൻ പാടില്ല, അല്ലെ? ഈ കള്ളം പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന നേട്ടങ്ങൾ ഒരിക്കലും നിലനിൽക്കില്ല, അതൊക്കെ താൽക്കാലികം. എന്നാൽ സത്യം പറയുന്നതിന്റെ പേരിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ നമുക്ക് അവകാശവുമില്ല. നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല, അല്ലെ? വേദനിപ്പിക്കാത്ത രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ഇവിടെ ഈ കലിയുഗത്തില് കർമ്മകാണ്ഡിയർ, അതായത് വൈഷ്ണവരല്ല, ഡിവോട്ടീസ് അല്ല, ഭക്തന്മാരല്ല, മറ്റുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ ഒരാളെ എങ്ങനെ കുത്തി നോവിപ്പിക്കാം, എങ്ങനെ വേദനിപ്പിക്കാം, എത്രമാത്രം കൂടുതൽ വേദനിപ്പിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. മനസ്സിലായില്ലേ? വളരെ വിഷമമാണ്
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സത്യം അല്ലെ? സത്യം മാത്രമേ നമ്മൾ പറയാൻ പാടില്ല. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. പിന്നെയോ അപ്പൊ എന്താണ്? അപ്പൊ അനുദ്വേഗകരമായ വാക്യം, പിന്നെ സത്യമാണ്, പിന്നെ എന്താണ്? പ്രിയഹിതം ചയത്, പ്രിയം, പ്ലസന്റ്നെസ് ഇംഗ്ലീഷിലും. സത്യം പറയുകയാണെങ്കിലും അത് പരുഷമായ ഭാഷയിലാകരുത്. മധുരമായി സംസാരിക്കണം, അല്ലെ? മറ്റൊരാൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിൽ സത്യത്തെ അവതരിപ്പിക്കണം. അതിനുള്ളൊരു വഴിയുണ്ട്. ആ വഴിയിൽ വേണം നമ്മൾ പറയാൻ. ഈ സത്യം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും പ്രിയമാണ്. അത് കേൾക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വിഷമം വരും, അല്ലേ? അപ്പൊ എല്ലാവർക്കും പ്രയാസം വരുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് പക്ഷെ നമ്മൾ അതിൽ കുറച്ച് പഞ്ചാരയൊക്കെ ചേർത്ത് സംസാരിക്കണം. ഞാൻ പണ്ട് ദോഹയിലായിരുന്ന സമയത്ത് അവിടെ ഈ കൗൺസിലിംഗ് ഉണ്ട്. നമ്മളൊക്കെ കൗൺസിലിംഗ് ചെയ്യുന്നവരാണ്. ആ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ട്രെയിനിങ് ഒക്കെ തരുമായിരുന്നു. ആ ട്രെയിനിങ്ങിൽ തന്നിരുന്ന ഒരു സായിപ്പ് പറഞ്ഞ കാര്യമാണ്. ആ സായിപ്പ് പറഞ്ഞെന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരാളെ ഉപദേശിക്കുകയാണ്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പക്ഷെ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. കാര്യം അവര് ചെയ്തതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, അവർക്ക് ഏതൊരു മനുഷ്യനും കുറെ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, അല്ലെ? നല്ല ഗുണങ്ങൾ കുറെ കാര്യം ഉണ്ടാവും. അത് നമ്മൾ ആദ്യം എടുത്തങ്ങോട്ട് പറഞ്ഞ് അവരെ അങ്ങോട്ട് വളരെയധികം സന്തോഷിപ്പിക്കണം. മനസ്സിലായി? അവരുടെ നല്ല ഗുണങ്ങളെ കുറിച്ച് ആദ്യം നമ്മൾ പറയുകയും എന്നിട്ട് പറയണം, ഹവോവോ, അല്ലെങ്കിൽ എന്നിരുന്നാലും അങ്ങക്ക് ഈ ഒരു കാര്യത്തില് ഒരല്പം കൂടെ വ്യത്യാസം വരുത്തിയാൽ വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യും. അദ്ദേഹത്തിന് വിഷമം തോന്നൂല. ആ, ശരിയായിരിക്കും, അല്ലേ? ഇപ്പൊ എന്റെ നല്ല കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞല്ലോ, അപ്പൊ അവരെല്ലാം നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അല്ല, അതിൽ ഒരു ചെറിയൊരു കുറ്റമുണ്ട്, അതാണ് ഞാൻ തിരുത്തേണ്ടത്. കുഴപ്പമില്ല, ഞാൻ തിരുത്താം. അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ പോലും അത് പരുഷമായ ഭാഷയിലാണ്, മധുരമായി സംസാരിക്കും. മറ്റൊരാൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിൽ സത്യത്തെ അവതരിപ്പിക്കണമെന്നർത്ഥം. സത്യം പറയണം, പറയാതിരിക്കാൻ പറ്റില്ല, അല്ലെ? കാര്യം അവർ നന്നാവണ്ടേ? അവരെ തിരുത്താൻ വേണ്ടിയല്ല നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നു, അല്ലെ? ഓക്കെ. അപ്പൊ അടുത്ത എന്താണ്? അപ്പോ അനുദ്വേഗകരം വാക്യമായി, സത്യമായി, പിന്നെ പ്രിയഹിതം ചെയ്യൻ. പ്രിയ എന്ന് പറഞ്ഞ എന്താണ്? പ്രിയഹിതം. പ്രിയഹിതം അതായത് ഹിതമായിട്ടുള്ളത്, ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. നമ്മൾ പറയുന്ന കാര്യം കൊണ്ട് എന്താണ്, കേൾക്കുന്നയാൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം. എന്ത് ഹിതമാണ് അവിടെ ഉണ്ടാവുക, അല്ലെ? പ്രയോജനമില്ലാത്ത വർത്തമാനങ്ങൾ അതിനെയാണ് നമ്മൾ പ്രജൽപ അല്ലെങ്കിൽ ലൂസ് ടോക്ക് എന്നൊക്കെ പറയും, അല്ലെ? അത് ഒഴിവാക്കും. പ്രയോജനമില്ലാത്ത ഒരു കാര്യവും നമ്മൾ പറയാൻ പാടില്ല. സംസാരം കുറയ്ക്കുന്നതും, അല്ലെ, ആലോചിച്ച് സംസാരിക്കുന്നതും ഒരു തപസ്സാണ്. ചിലരൊക്കെ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വാക്യത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? നമുക്കൊട്ട് നമ്മളെ അഭിപ്രായങ്ങളോട്ട് സംസാരിക്കാനും സമ്മതിക്കില്ല. മറ്റുള്ളവർ സംസാരിക്കാൻ സമ്മതിക്കില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കണം, അല്ലേ? അങ്ങനെ ചില ആൾക്കാർ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, കാണാൻ പറ്റും, അല്ലേ? നമ്മൾ പറയുന്ന കാര്യം കൊണ്ട് കേൾക്കുന്ന അയാൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം. അതാണ് ഇവിടെ പ്രിയഹിതം. ഹിതം എന്ന് പറയുന്നത് പ്രിയഹിതം. പ്രിയമുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഹിതമായിരിക്കണം, വളരെ സന്തോഷമുള്ളവരായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പറയുന്നതിന് മുമ്പ് ആലോചിക്കണം, ഇത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവൻ എന്തെങ്കിലും ഉപയോഗം, അല്ലെ? അത് ഉപയോഗം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ പറയുന്നത്? ആ പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ പറയുന്നത്? പറയണ്ട, അതിൽ ഇവിടെ ആവശ്യമില്ല എന്ന് പറയണം. അപ്പൊ നമ്മള് വിഴുങ്ങണം, പിന്നെ മിണ്ടാതിരിക്കണം. നമ്മള് ആദ്യത്തെ തപസ് എടുക്കണം. എന്താണ്? മൗനം, അല്ലെങ്കിൽ കുറച്ച് സംസാരം, ലെസ് ടോക്ക്, അല്ലെ? അപ്പൊ ഈ ആവശ്യമില്ലാതെ നമ്മൾ ഈ നാക്കിന് എല്ലില്ലല്ലോ, അതാണ് പ്രശ്നം വരുന്നത്. ആ എല്ലില്ലാത്ത നാക്കുകൊണ്ട് നമുക്ക് എന്തും പറയാന്നുള്ള ഒരു ധൈര്യം ഉണ്ടാവും, അല്ലെ? എന്തും പറയാമല്ലോ എന്നുള്ള ഒരു എന്താ പറയാ, ഒരു അമിത സ്വാതന്ത്ര്യം, ഒരു അതിസ്വാതന്ത്ര്യം എടുക്കും, ഇല്ലാത്ത സ്വാതന്ത്ര്യം, അല്ലെ? അങ്ങനെയൊക്കെയാണ് നമ്മൾ പല റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ തകർന്നു പോകും. അപ്പൊ അവിടെ നമ്മൾ എന്താ പറയുന്നത്? അവിടെ റിലേഷൻ മാനേജ്മെന്റ് ആണ് വരുന്നത്. വാക്കുകളെ ഒരു ഗ്ലാസ് പാത്രത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്, ആചാര്യന്മാർ ഉപമിച്ചു, അല്ലെ? ഒരു പാത്രം, ആ ഗ്ലാസ് പാത്രം തറയിൽ വീണാല് അത് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ക്ഷമ, സോറി സോറി സോറി,
അല്ലേ? ആ പൊട്ടലുകൾ അത് അവിടെ തന്നെ ഉണ്ടാകും. എന്താണ് ക്ഷമ ചോദിച്ചെന്ന് പറഞ്ഞാൽ പൊട്ടലൊക്കെ അങ്ങോട്ട് മാറിപ്പോവോ? ഇല്ല. ആ പൊട്ടൽ തന്നെയാണ്. അതിന് തേച്ച് ഒട്ടിച്ച് വെച്ചാലും സൂപ്പർ ഗ്ലൂ ഒട്ടിച്ച് വെച്ചാലും ആ വര അവിടെ ഉണ്ടാവും, അല്ലെ? പൊട്ടിയതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ആ പൊട്ടലുകൾ അവിടെ തന്നെ ഉണ്ടാവും. അതുപോലെയാണ് വാക്കുകൾ കൊണ്ട് മുറിവേറ്റ ബന്ധങ്ങൾ അവ പഴയതുപോലെ ആക്കാൻ വളരെ പ്രയാസമാണ്. എന്നാലും നീ എന്നെ അങ്ങനെ പറഞ്ഞല്ലോ, അല്ലേ? എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ അവർ പറയും. അപ്പൊ അങ്ങനെ ബന്ധങ്ങള് നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ പറയാം. ഇപ്പൊ വാക്കുകളൊക്കെ എന്താണ്? ഗ്ലാസ് പോലെയാണ്. കുപ്പി ഗ്ലാസ് പോലെ. അതെപ്പോ താഴെ വീണ് പൊട്ടിയാലും പൊട്ടിയത്. ഇപ്പൊ നമ്മൾ വായിക്കാത്തുനിന്ന് അങ്ങനെയുള്ള പൊട്ടുന്ന രീതിയിലുള്ള വാക്കുകൾ വരാൻ പാടില്ല എന്ന്. ഇവിടെ ഒരു ഗുരുവും ശിഷ്യനും അല്ലെങ്കിൽ അമ്മയും മകനെയും കമ്പയർ ചെയ്യും. ചിലപ്പോൾ കടുത്ത വാക്കുകൾ പറയേണ്ടി വരും, അല്ലെ? ഒരു അമ്മയ്ക്കാണെങ്കിൽ ഒരു ഗുരുവിനാണ്. ഉദാഹരണത്തിന് ഒരു അമ്മ മകനെ ശാസിക്കുന്നത് അവന്റെ നന്മയ്ക്കാണ്. അതുപോലെ ഗുരു ശിഷ്യനെ ശാസിക്കുന്നത് സ്നേഹത്തോടെയാണ്. ഇത് അനുദ്വേഗകരം എന്ന നിയമത്തിന് വിരുദ്ധമല്ല. അവിടെ ഒരു ഇച്ചിരി വിഷമം വന്നാലും ഗുരുവാണ് പറയുന്നത്, അല്ലെ? ഇച്ചിരി വിഷമിച്ചാലേ അവൻ നന്നാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയേണ്ടി വരും. പക്ഷെ ആ രീതിയിൽ വേണം നമ്മൾ പറയാനുണ്ട്, ഇപ്പൊ പറഞ്ഞതുപോലെ, അല്ലെ? അനുദ്വേഗകരം. അപ്പൊ കാരണം അവിടെ ലക്ഷ്യം നന്മയാണ്. ഇപ്പൊ ഹിതം, യൂസ്ഫുൾ ആണ്. അവന്റെ ഭാവിയിൽ ഉപയോഗപ്പെടുന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു ഗുരുവിന് അങ്ങനെ പറയാം, സ്വന്തം ശിഷ്യനോട്. അമ്മയ്ക്ക് സ്വന്തം മകനോടും പറയാം, അല്ലെ? അവിടെ പ്രശ്നമില്ല. അവിടെ ഈ അനുദ്വേഗകരം വരത്തില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെക്കാബുലറീസ് വളരെ കുറവാണ്. നമുക്ക് ദേഷ്യം വരുമ്പോൾ ആവശ്യമില്ലാത്ത വൃത്തികെട്ട വാക്കുകൾ, മോശപ്പെട്ട വാക്കുകൾ നമ്മൾ വായിക്കാത്ത വരുള്ളൂ. ആ സമയത്ത് നല്ല വാക്കുകൾ നമ്മൾ വായിക്കാത്ത വരും, അല്ലേ? അപ്പൊ അതിനെന്ത് ചെയ്യണം? ശാസ്ത്ര പഠനം ചെയ്യണം, സ്വാധ്യായം ചെയ്യണം. നല്ല വാക്കുകൾ കിട്ടാൻ നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതവും പതിവായി വായിക്കും, അല്ലെ? നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ നമ്മുടെ ചിന്തകളും സംസാരവും ശുദ്ധീകരിക്കും. കേട്ടോ? നമ്മുടെ ഉള്ളിൽ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിക്കാത്ത അറിയാതെ തന്നെ നല്ല വാക്കുകൾ വരും, സൂത്തിങ് ആയിട്ടുള്ള വാക്കുകൾ വരും. മനസ്സിലല്ലേ? അതിന് പ്രത്യേകം നമ്മൾ എൻഡോർന്ന് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട എന്താണ്? അതിന് ചെയ്യേണ്ടത് നല്ല വാക്കുകൾ കിട്ടാനായിട്ട്, നല്ല വൊക്കാബുലറീസ് കിട്ടാനായിട്ട്, നല്ല, അല്ലെ, അത് നമ്മുടെ മനസ്സിലേക്ക് വരാനായിട്ട് നമ്മൾ പതിവായിട്ട് എന്ത് ചെയ്യണം? ഭഗവത്ഗീതയും ഭാഗവതവും വായിക്കും. അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്യത്യാസം വരും. അപ്പൊ നമ്മുടെ നാവ് ഒരു വാൾ പോലെയാണ്. വാൾ കണ്ടിട്ടില്ല, അല്ലേ? അത് കൊണ്ടാലും മുറിയും. ചിലര് അങ്ങനെയാണ് പറയുന്നത്. ഓരോ വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കഷ്ണമായി. നമ്മുടെ നാവ് ഒരു വാൾ പോലെയാണ്. അത് മറ്റൊരാളെ വെട്ടാൻ ഉപയോഗിക്കരുത്, മറിച്ച് അദ്ദേഹത്തിന്റെ മുറിവുകൾ ഉണക്കാൻ വേണം അത് ഉപയോഗിക്കാൻ. സംസാരത്തിൽ നിയന്ത്രണം വരുത്തും, അല്ലെ? ആ നിയന്ത്രണം കൊണ്ടുവരുന്നത് വലിയൊരു ആത്മീയ അച്ചടക്കമാണ്. നമ്മൾ ആത്മീയതയിൽ എന്താണ് മുന്നോട്ട് പോകാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, താല്പര്യമുള്ള ആൾക്കാരാണ്, അതിനുള്ള അവസരങ്ങൾ നോക്കി നടക്കുന്ന ആൾക്കാരാണ്, അല്ലെ? ഭഗവാന്റെ ഭക്തന്മാരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോ എന്ത് ചെയ്യണം? സംസാരത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത് വലിയൊരു ആത്മീയ അച്ചടക്കമാണ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ അച്ചടക്കം ഉണ്ടാവണം. അപ്പോ കുറച്ചുകൂടെ ഒക്കെ മിതമായിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പൊ നമ്മളിവിടെ നേരത്തെ കണ്ടു, എന്താണ്? ബന്ധങ്ങളും വാക്കുകളും കണ്ണാടി പോലെയാണ്. ബന്ധങ്ങളും വാക്കുകളും ഒരു ഗ്ലാസ് പാത്രത്തോടോ, അല്ലെ, അല്ലെങ്കിൽ കണ്ണാടിയോടോ ആണ് ഉപമിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാന വശങ്ങൾ ഇവയാണ്. എന്താണ്? പെട്ടെന്ന് തകരുന്ന അവസ്ഥ, പെട്ടെന്ന് തകർന്നു പോകും. ഒരു ഗ്ലാസ് പാത്രം കൈകാര്യം ചെയ്യുന്നത് പോലെ വളരെ സൂക്ഷ്മമായിരിക്കണം പറ്റും. ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് പറയുന്ന പരുഷമായ ഒരു വാക്ക് മതി വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ബന്ധം തകർക്കാനായിട്ട്. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ അവർ തന്നെ തരുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ കാണാം. ഇല്ല, കാര്യം എന്താണ്? ഒരു വാക്കാണ്, എന്തോ പറഞ്ഞു പോയി, അത് ഇഷ്ടപ്പെട്ടില്ല, അല്ലേ? ആ ഒരു ചെറിയ കാര്യം കൊണ്ടാണ് ഇവിടെ ഓരോരുത്തർ ഡൈവേഴ്സ് ചെയ്യുന്നത്. കാര്യം എന്താണ്? അവർക്ക് അത് താങ്ങാൻ പറ്റുന്നത്. എല്ലാത്തിനും മൂല്യമായിട്ടുള്ള കാരണം അവർക്ക് ഭക്തിയില്ലാത്തതുകൊണ്ടാണ്. അതായത് അവർക്ക് എന്താണ്? ആത്മീയമായിട്ട് യാതൊരു ഗ്രേഡും അല്ലെങ്കിൽ പൊട്ടൻസിയും അവർക്ക് ഇല്ലാത്തതുകൊണ്ട്. ആ ഒരു ചെറിയൊരു ശക്തിയെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരിക്കലും അങ്ങനെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് രക്ഷാകർത്താക്കൾ എന്ത് ചെയ്യണം? മക്കളെ എല്ലാവരും കൃഷ്ണാവബോധത്തിൽ വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം.
നമ്മൾ വിചാരിക്കുമ്പോൾ അവർക്ക് അതൊന്നും ആവശ്യമില്ല, അവർ കൊച്ചു പിള്ളേരല്ല, അവരിപ്പോഴും ആനന്ദിച്ചോട്ടെ എന്നൊക്കെ. അങ്ങനെ ഒരിക്കലുമല്ല. പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞത് 5 വയസ്സായി കഴിഞ്ഞാൽ, 4 വയസ്സിലും തുടങ്ങാം, 5 വയസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൃഷ്ണബോധത്തിൽ വരണം. അവരപ്പൊ തൊട്ട് നമ്മൾ കാര്യങ്ങൾ, ഭഗവാന്റെ കാര്യങ്ങൾ പഠിപ്പിക്കണം, പഠിപ്പിക്കണം. അപ്പൊ ഈ സംസാരത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. വൈഷ്ണവ കുട്ടികൾ നോക്കിക്കണം അല്ലേ, അവര് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഓടി കൊണ്ട് നമസ്കരിക്കും, അനുഗ്രഹിക്കണമെന്ന് പറയും, പരീക്ഷയാണ്, പഠിക്കണം, ഓർമ്മ വരണം എന്നൊക്കെ പറയും അല്ലേ. നേരെ മറിച്ച് ഒരു ഡിവോട്ടി അല്ലെങ്കിലും, ഡിവോട്ടി അല്ലാത്ത കുട്ടിയാണെങ്കിലും അതുവഴി അങ്ങ് പോവും, നമ്മളെ കണ്ട മൈൻഡ് പോലും ചെയ്യില്ല അല്ലേ. അപ്പൊ അങ്ങനെ അതാണ്, അതായത് ഈ, ആത്മീയതയിൽ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഐശ്വര്യം, അതിന്റെയൊക്കെ മുഖത്ത് ഒരു തിളക്കുണ്ടാവും അല്ലേ, ഒരു 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 പ്രസന്നത ഉണ്ടാവും, ഒരു ഐശ്വര്യം ഉണ്ടാവും അല്ലേ, അതിലേ നല്ലത്. ഉം. അപ്പോ ഒരു ചെറിയ ഒരു വാക്ക് മതി ഈ ബന്ധങ്ങളെല്ലാം തകർന്നു പോകാൻ. തിരിച്ചു പിടിക്കാനാവാത്ത വാക്കുകൾ, വില്ലിൽ നിന്ന് വിട്ട അമ്പും നാവീന്ന് വീണ വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല അല്ലേ. ആവനാഴിയിൽ നമ്മളൊരു വില്ലെടുത്ത് കൊലച്ചു കഴിഞ്ഞാൽ അതങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ഇല്ലേ, പറ്റത്തില്ല. ഉം. അപ്പൊ അതുപോലെയാണ് നമ്മുടെ വായിക്കകത്ത് വരുന്ന വാക്ക്. ഒരു വാക്ക് നമ്മള് അബദ്ധവശാൽ വീണു പോയി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അല്ലെ. വാക്ക് ഞാൻ തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. സോറി പറഞ്ഞാൽ അല്ലെ, സോറി പറയുന്നത് കൊണ്ട് മാത്രം ആ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവ് ഉണങ്ങിക്കൊള്ളണം ഒന്നുമില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മായാത്ത പാടുകൾ, മായാത്ത പാടുകൾ. പൊട്ടിയ ഒരു ഗ്ലാസ് പാത്രം നമ്മൾ പശ തേച്ച് ഒട്ടിച്ചാലും, പശ വെച്ച് ഒട്ടിച്ചാലും അതില് ഒരു വിള്ളലുകൾ അല്ലെ, ആ സ്കാർസ് അല്ലെ, ആ ഒരു വര ഇങ്ങനെ കാണാം. എന്ന് കാണാൻ എന്താണ്, എന്നും കാണാൻ കഴിയും. അതുപോലെയാണ് വാക്കുകൾ, വാക്കുകൾ കൊണ്ട് മുറിവേറ്റ ഹൃദയങ്ങൾ. ഏഹ് അല്ലെ, ക്ഷമിച്ചാലും നമ്മൾ അങ്ങ് ക്ഷമിച്ചേക്കും, ചിലപ്പോൾ കുറെ കാലം കഴിയുമ്പോൾ ഒരു ക്ഷമയൊക്കെ വരും. ആ പഴയ അല്ലെ, ആ ആ ആ ആ ആത്മബന്ധം തിരികെ വരാൻ വളരെ പ്രയാസം അല്ലെ. അത്രയ്ക്ക് തുറന്നങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്, ആ ഒരു വാക്ക് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അയാൾ ഇങ്ങനെ എന്നാലും ഇങ്ങനെ പറഞ്ഞല്ലോ എന്റെ അല്ലെ. ഏഹ് അതെ. അപ്പോ ദേഷ്യം വരുമ്പോൾ ഇവിടെ എല്ലാരും ചോദിക്കുന്നതാണ്, നമ്മൾ എന്ത് ചെയ്യും അല്ലെ. ആർക്കെങ്കിലും പറയാമോ ദേഷ്യം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ദേഷ്യം വരുമ്പോ പറയാമോ? ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുക പ്രഭുജി. ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുക. വെരി ഗുഡ്. പിന്നെ ഒന്നും മിണ്ടാതിരിക്കുക. എന്താ? ഒന്നും മിണ്ടാതിരിക്കുക. വെരി ഗുഡ്. അതാണ് ഏറ്റവും നല്ലത്, ഒന്നും മിണ്ടാതിരിക്കും. ചിലപ്പോ ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞാൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി എന്നായിരിക്കും നമ്മൾ പറയും. അതിനേക്കാൾ നല്ലത് മിണ്ടായിരിക്കുന്നത് അല്ലെ. മറിച്ച് ഹരേ കൃഷ്ണ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് ഒരുപാട് സൂത്രം ചെയ്യും നമ്മുടെ മനസ്സ് അല്ലെ. പക്ഷെ ആ സമയത്ത് ഹരേ കൃഷ്ണ പറയുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പൊ തന്നെ അവർക്ക് അറിയാം എന്നോടുള്ള ദേഷ്യമാണ് കടിക്കണം അല്ലെ. അപ്പൊ അതിനേക്കാൾ നല്ലത് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക അല്ലെ. അപ്പോ നമ്മുടെ സംസാരം മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? മൗനം പാലിക്കുക. അതാണ് ഏറ്റവും നല്ലത് അല്ലെ. മൗനം വിദ്വാൻ ഭൂഷണം കേട്ടിട്ടില്ലേ? ദേഷ്യം വരുമ്പോൾ, കാരണം എന്താണ്, ദേഷ്യം വരുമ്പോൾ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടും. ആ സമയത്ത് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏറ്റവും വലിയ ബുദ്ധി അതായിരിക്കും അല്ലെ. ദേഷ്യം അടങ്ങിയ ശേഷം മാത്രം മറുപടി നൽകും. നമ്മള് ദേഷ്യമായിട്ടിരിക്കുമ്പോൾ ഇനി എന്ത് തീരുമാനം എടുത്താലും അത് വിപരീതമായിരിക്കും, വളരെ മോശമായിരിക്കും, വളരെ തെറ്റായിട്ടുള്ള തീരുമാനമായിരിക്കും. എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട സംസാരമായിരിക്കും, നല്ല വാക്കുകൾ വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വാക്കുകൾ തിരഞ്ഞെടുക്കണം, സത്യം പറയണം എന്നത് നമ്മുടെ കടമയാണെങ്കിലും അത് കേൾക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ച് വേണം പറയാനായിട്ട്. ഞാൻ സത്യമല്ലേ പറഞ്ഞത്, നിനക്ക് എന്തിനാ ഇത്രയും വിഷമം വരുന്ന എന്ന് നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യം? അങ്ങനെ നമ്മളെല്ലാരും പറയാറുണ്ട്, എന്താ ഞാൻ ആൾ കള്ളം വല്ല പറഞ്ഞു, സത്യമല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ, അതെന്തുകൊണ്ട് പറഞ്ഞൂടാ, അതെന്തുകൊണ്ട് നിനക്ക് അക്സെപ്റ്റ് ചെയ്തോ എന്നൊക്കെ നമുക്ക് തോന്നുന്നു അല്ലേ, ചോദിക്കുന്നുണ്ട് അല്ലേ. അത് കൂടുതൽ ആൾക്കാരെ തളർത്തേ ഉള്ളൂ. അവരെ തളർത്തരുത്, അവരെ വിഷമിപ്പിക്കരുത്, നമുക്ക് അതിനുള്ള യാതൊരു അധികാരവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു പക്ഷെ പറ്റിപ്പോയാൽ തന്നെ മാപ്പ് ചോദിക്കാനുള്ള വിനയം നമുക്കുണ്ടാകും. നമ്മൾ അറിയാതെ ഒരു വാക്കുകൊണ്ട് ആരെയെങ്കിലും അല്ലെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കാരം വെടിഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഒരു ഈഗോ ഉണ്ട് അല്ലെ, അഹങ്കാരമാണ്. അതുകൊണ്ടാണ് നമുക്ക് തിരിച്ചു പിന്നെ ഞാനിനി പറഞ്ഞെടുത്ത് മാപ്പ് വയ്ക്കാൻ പോലെ അവൻ ആര് എന്നുള്ള നിലയിൽ നമ്മൾ എന്തോ ആണെന്നുള്ളൊരു, അതാണ് അഹങ്കാരം എന്ന് പറയുന്നത്, ഞാനെന്ന ഭാവം. അത് വിട്ടിട്ട്
ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, എന്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്, സോറി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനുള്ളൊരു മനസ്സ്, ആ വിനയം നമ്മൾ കാണിക്കുന്നതാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യന്താപേക്ഷിതമാണ്, അല്ലെ? ആരെങ്കിലും വേദനിപ്പിച്ചാൽ അഹങ്കാരം വെടിഞ്ഞ് മാപ്പ് ചോദിക്കാൻ തയ്യാറായി. അത് ബന്ധങ്ങളിലെ വിള്ളലുകൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും, അല്ലെ? അപ്പോ അദ്ദേഹത്തിന് ഒരു അല്പ ആശ്വാസം, കേട്ട അല്ലെങ്കിൽ ചീത്ത കേട്ട ഒരാൾക്ക് ഒരു അല്പ ആശ്വാസം കിട്ടും. ശരി, ഓക്കെ, മാപ്പ് ചോദിച്ചത് കോട്ടെ വിചാരിച്ചു. ഇപ്പൊ നമ്മുടെ വാക്കുകള് മറ്റൊരാൾക്ക് ആശ്വാസമായിരിക്കും, അല്ലെങ്കിൽ അതെന്താണ്, അവരുടെ മുറിവുകൾ ഉണക്കുന്നതായിരിക്കും, അല്ലാതെ അവരെ മുറിപ്പെടുത്തുന്നതാവരുത്. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് എന്താണ്, ഒരു ആശ്വാസം കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കണം. എന്തൊക്കെ പറയണമെന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒരു ആത്മീയ സാധകൻ തന്റെ നാവിനെ എപ്പോഴും നിയന്ത്രിക്കാൻ പഠിക്കണം. നമ്മൾ ആത്മീയ സാധകരാണ്, അല്ലെ? ആത്മീയതയില് ഉയരാൻ ശ്രമിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്, യാരെ ദേക്കോ താരെ കഹോ കൃഷ്ണ ഉപദേശ്, വേറെ ഒന്നും പറയരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും, എവിടെ കണ്ടാലും, ആരെ കണ്ടാലും എന്ത് ചെയ്യണം, നമ്മള് കൃഷ്ണോപദേശം പറയും. അതുപോലെ ആയിരിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയപ്പെടും. അപ്പോ ഈ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആർക്കെങ്കിലും പറയാമോ? സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞല്ലോ, സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? എന്താ ഹരേ കൃഷ്ണ പറയണം. പിന്നെ ചിന്തിക്കണം. വെരി ഗുഡ്, ചിന്തിക്കണം. ചിന്ത, അല്ലെ? ചിന്തിക്കണം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് മാതാജി? തിങ്ക്, അല്ലെ? തിങ്ക്, യു ഷുഡ് തിങ്ക്, അല്ലെ? എന്താണ് ഈ തിങ്ക് എന്ന് നമുക്ക് നോക്കാം. തിങ്കിന്റെ സ്പെല്ലിംഗ് എന്താണ്? ആർക്കെങ്കിലും പറയാമോ? വെരി ഗുഡ്. നമ്മൾ THINK എന്താണെന്നോ, അല്ലെ? കറക്റ്റ്. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ വാക്ക് ടി ആണ്, ട്രൂ, അല്ലെ? ടി എന്ന് പറഞ്ഞാൽ ട്രൂത്ത്. ഇപ്പോ നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ നമ്മൾ ആലോചിക്കണം, എന്ത് ചെയ്യണം? ഞാൻ ഈ പറയുന്നത് സത്യമാണോ? നമ്മൾ ഈ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പേ ചിന്തിക്കണം എന്നല്ലേ പറഞ്ഞത്, തിങ്ക് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്. അതിൽ ആദ്യത്തെ തന്നെ സത്യം എന്നാണ്. അതായത് ഞാൻ ഈ പറയുന്നത് സത്യമാണോ, അല്ലെങ്കിൽ മിണ്ടരുത്, പറയരുത്, അല്ലേ? രണ്ടാമത്തെ വാക്ക് എന്താണ്? രണ്ടാമത്തെ വേർഡ് എന്താണ്? സോറി, രണ്ടാമത്തെ ആൽഫബറ്റ് എന്താണ്? സോറി, എച്ച് എന്ന് പറഞ്ഞാല് ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവുമോ? ഹെൽപ്പ്, അല്ലെ? ഞാൻ ഈ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സഹായമാകുമോ, ഉപകാരപ്പെടുമോ, ഹെൽപ്പ് ആവുമോ, അല്ലെ? ഇത് കേൾക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമോ ഞാൻ ഈ പറയാൻ പോകും. അപ്പൊ ആദ്യം നമ്മൾ നോക്കണം, ഞാൻ ഈ പറയുന്നത് സത്യമാണോ. രണ്ടാമത് നോക്കണം, എന്താണ്, ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും അവന് ഉപയോഗപ്പെടുമോ, അല്ലെ? അല്ലെങ്കിൽ മണ്ടോട് മൗനം, അല്ലെ? മൂന്നാമത്തെ ലെറ്റർ എന്താണ്? ഐ. ഇൻസ്പയറിംഗ് ആവണം, അല്ലെ? ഇൻസ്പയറിംഗ് എന്ന് പറഞ്ഞാൽ പ്രചോദനം ഉണ്ടാവും. മറ്റൊരാൾക്ക് പ്രയോജനം അല്ലെങ്കിൽ പ്രചോദനം നൽകുന്നതാണോ നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് ആലോചിക്കണം, ചിന്തിക്കണം, തിങ്ക്, അല്ലെ? അപ്പോ THI, ഇൻസ്പയറിംഗ്. മറ്റൊരാൾക്ക് പ്രചോദനം എന്ന് പറഞ്ഞാൽ സന്തോഷം, അല്ലെ? ഒരു പ്രചോദനം ഉണ്ടാവുന്നതാണോ നമ്മൾ ഈ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ഉള്ളതാണോ സംസാരിക്കുന്നത്, നമ്മൾ ചിന്തിക്കണം. അതാണ് ഐ, ഇൻസ്പയറിംഗ്. അടുത്ത ലെറ്റർ എന്താണ്? നെസസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ പറയേണ്ടത് അത്യാവശ്യമാണോ? ഇതിപ്പോ ഞാൻ പറയാൻ പോകുന്നത് ഇതിപ്പോ ഈ അവസരത്തിൽ പറയേണ്ടത് അത്യാവശ്യമാണോ? ഇത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാക്കുമ്പോ ആവശ്യമില്ലാത്ത ഇങ്ങനെ, അല്ലെ, കുറഞ്ഞിടും അവിടെ. കല്യാണം കഴിച്ചപ്പോ തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയും, അല്ലെ? അന്നേ ഞാൻ ശ്രദ്ധിച്ചതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുള്ളൂ, അന്നേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഇങ്ങനെയാണ് ചെയ്തത്, അന്ന് എങ്ങനെയല്ലേ ചെയ്തത്, അല്ലെ? അന്ന് നമ്മൾ എന്താ പൊട്ടും ഇതൊക്കെ ഇപ്പൊ പറയണതിന്, അയ്യോ, അതുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. അപ്പോ ഇതിപ്പോ പറയേണ്ടത് നെസസറി, ഈ വാക്കുകളൊക്കെ പറയേണ്ടത് നെസസറി ആണോ എന്ന് വെച്ചാൽ അതാണ് നെസസറി. ഇതിപ്പോൾ പറയേണ്ടത് അത്യാവശ്യമാണോ? ആവശ്യമാണെന്നല്ല, അത്യാവശ്യമാണോ എന്നാണ് ചിന്തിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് തോന്നും, പക്ഷെ അത്യാവശ്യമല്ല. അപ്പൊ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ആ വാക്കുകളൊക്കെ അവിടെ പറയാൻ പാടുള്ളൂ. പിന്നെ ലാസ്റ്റ് വേർഡ് എന്താണ്? ലാസ്റ്റ് ലെറ്റർ എന്താണ്? കൈൻഡ്,
നമ്മൾ വളരെ കരുണയുള്ളവരായിരിക്കും. അല്ലേ? നമ്മളിപ്പോ പറയാൻ പോകുന്നത് കുറച്ച് കരുണയുള്ള വാക്കുകളാണ്, സ്നേഹമുള്ള വാക്കുകളാണോ, അല്ലെ? പഞ്ചസാര ചേർത്ത വാക്കുകളാണോ, ശർക്കര ചേർത്ത വാക്കുകളാണോ, കൈൻഡ് ആണോ? അല്ലെ? അതാണ് THINK. ട്രൂത്ത്, ഹെൽപ്ഫുൾ, ഇൻസ്പയറിംഗ്, നെസസറി ആൻഡ് കൈൻഡ്. കണ്ടോ? ഇത്രയും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മൾ എത്രയോ നല്ലവരായെന്നറിയാം. അല്ലെ? ഇപ്പൊ നമ്മൾ ഓരോ വാക്കും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ THINK ഓർക്കണം. അപ്പൊ നമ്മൾ ഇതെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമായിരിക്കും? മൗനമാണ് വിദ്വാന് ഭൂഷണം. മൗനമായിട്ടിരിക്കാം, മിണ്ടണം. അതായിരിക്കും നല്ലത്. കാര്യം ഇതിലെല്ലാത്തിലും നെഗറ്റീവാണ്. മനസ്സിലായില്ലേ? അപ്പൊ ദേഷ്യം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ ഉടനെ പ്രതികരിക്കാതിരിക്കുക. ഉടനെ നമ്മൾ അതിന്റെ ഉത്തരം പറയരുത്. ഒരു 10 സെക്കൻഡ് എങ്കിലും മൗനം പാലിക്കണം. അല്ലെ? പിന്നീട് ഉണ്ടാകാൻ പോകുന്ന വലിയൊരു തർക്കത്തെ, വലിയ ഭൂകമ്പത്തെ, മഹാഭാരത യുദ്ധത്തെ ഒഴിവാക്കാൻ നമ്മൾ സഹായിക്കും. അല്ലെ? നമ്മളെ വീട്ടിൽ എന്തിനാണ് മഹാഭാരതം ഉണ്ടാവുന്നത്? നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെ? അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അപ്പോ തർക്കത്തെ ഒഴിവാക്കാൻ നമുക്ക് സഹായിക്കും. വാക്കുകൾ ഒരിക്കൽ പുറത്തു വന്നാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? ആവനാഴിയിലെ അമ്പ് പോലെയ, അല്ലെ? അല്ലെങ്കിൽ അല്ലെ, ആ അമ്പ് വിട്ടുകഴിഞ്ഞാൽ, ആ അറിവ് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെയാണ് വായിക്കാത്തന്ന് തുറന്ന് വെളിയിലോട്ട് വരുന്ന വാക്കുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. പറഞ്ഞത് തന്നെ, അല്ലെ? അത് പിന്നെ മരിക്കുന്നിടത്തോളം ഈ കേട്ട ആളുടെ ഇവിടെ ഉണ്ടാവും. അല്ലെ? നമ്മളെ മുഖത്ത് നോക്കുമ്പോഴൊക്കെ ആ വേർഡ്, എന്നാലും ഇയാൾ അങ്ങനെ എന്നോട് പറഞ്ഞല്ലോ, അല്ലെ, എന്നുള്ള ഒരു വിഷമം ഉണ്ടാവും. അല്ലെ? എന്നാലും അങ്ങനെ പറയാൻ പാടുണ്ടോ? ഞാൻ എന്ത് സ്നേഹമായിട്ടാണ് നോക്കുന്നത്, അല്ലെ? എന്നാലും ഇങ്ങനെ പറഞ്ഞല്ലോ നിങ്ങൾ, അല്ലെ, എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ അതാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി എത്രയൊക്കെ സോറി പറഞ്ഞാലും ആ മുറിവ് അതുപോലെ തന്നെ ഉണ്ടാവും. മുറിവ് ഉണങ്ങും, എന്നാലും ആ പാട് അതുപോലെ ഉണ്ട്. ഇല്ലേ? മരിക്കുന്നവരെ ഉണ്ടാവും. അപ്പൊ നമുക്ക് സത്യം പറയണമല്ലോ, പറയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പഞ്ചസാര ചേർത്ത് സത്യം പറയും. അല്ലെ? കുറച്ച് മധുരമൊക്കെ ചേർത്തിട്ട് വേണം നമ്മൾ സത്യം പറയാനായിട്ട്. അതും വളരെ ഭവ്യതയോടുകൂടി, ലാഘവത്തോടു കൂടി, അല്ലെങ്കിൽ വിനയത്തോടു കൂടി വേണം പറയാൻ. ആ വിനയം അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലാഭം വരും. അല്ലെ? സത്യം പറയണം എന്നതിനർത്ഥം അത് ക്രൂരമായിരിക്കണം എന്നല്ല. ഒരാളുടെ തെറ്റ്, അല്ലെ, ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദ്യം അവരുടെ നല്ല വശങ്ങൾ, അല്ലെ, വശങ്ങളെ കുറിച്ച് അഭിനന്ദിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അല്ലെ? അങ്ങനെ വേണം നമ്മൾ സംസാരിക്കാനൊക്കെ. പിന്നെ അതിനുശേഷം മാത്രം തിരുത്തേണ്ട കാര്യങ്ങൾ സ്നേഹത്തോടെ പറയുക. ഇത് കേൾക്കുന്നയാൾക്ക് ആ സത്യം സ്വീകരിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പഴുതുണ്ടാവും. ആവശ്യമില്ലാത്ത സംസാരം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രജൽപ, അല്ലെ, ആവശ്യമില്ല ലൂസ് ടോക്സ് ഒഴിവാക്കുക. മറ്റുള്ളവരെ കുറിച്ചുള്ള കുശുകുശുപ്പുകളും ഗോസിപ്പുകളും പരാതി പറയുന്നതും നമ്മുടെ ഊർജം കളയുകയും മനസ്സിനെ മലിനമാക്കുകയും ചെയ്യും. ഇപ്രകാരം, അല്ലെ, ഉപകാരപ്രദകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ശ്രമിക്കും. അല്ലെ? അപ്പൊ നമുക്കാണെങ്കിൽ, നമ്മുടെ മനസ്സിനകത്താണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. എന്താണ്? മറ്റുള്ളവരുടെ കുറ്റം ഇങ്ങനെ കേൾക്കാനുള്ള ഒരു ത്വരയുണ്ട്. എന്നിട്ട് എന്തോ ആയി, പിന്നെ എന്തോ ആയി, പിന്നെ ഒന്നും അറിഞ്ഞില്ലേ, അല്ലെ? നമുക്കിങ്ങനെ, അതായത് മറ്റുള്ള ഈ പറയാൻ വന്ന ആളിൽ നിന്ന് ഇങ്ങനെ ചുരണ്ടി എടുക്കുകയാണ്, മുഴുവൻ ഊറ്റിയെടുക്കുകയാണ്. അത് എടുക്കാനുള്ള ഒരു ത്വരയാണ്. ഈ ത്വര നമുക്ക് എന്തിനായിരിക്കണം ആവശ്യം? ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയായിരിക്കണം. എന്നിട്ട് ഭഗവാൻ പിന്നെ എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അസുരനെ എന്ത് ചെയ്തു, അല്ലെ, പിന്നെ ഭഗവാൻ എന്ന് വേണം ചോദിക്കാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ആ താല്പര്യം ഉണ്ടാവും. അല്ലെങ്കിലേ നമ്മള് ഭക്തിയിൽ ഉയരുള്ളൂ. പിന്നെയോ, നിത്യവും ഗ്രന്ഥപാരായണം ചെയ്യണം. നിത്യം ഭാഗവത സേവയും, നിത്യം ഭഗവത് ഗീത സേവയും, അല്ലെ, സ്വാധ്യായം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? അത് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു, അല്ലെ? വളരെ പ്രധാനമാണ്. ഭഗവത്ഗീതയോ ശ്രീമദ് ഭാഗവതമോ വായിക്കുന്നത് നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കും. മാത്രമല്ല എന്തു സാഹചര്യത്തിലും, അല്ലെ, ശാന്തമായി സംസാരിക്കാനുള്ള മനക്കരുത്ത് നൽകുകയും ചെയ്യും. അതിന് നമ്മുടെ ഈ കൃഷ്ണ സീരിയലൊക്കെ കാണുമ്പോൾ, അല്ലെ, ഭഗവാൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അല്ലെ? ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്ന ഈ ലോകത്ത് വേറെ ആരുണ്ടാവും ഭഗവാനെ പോലെ, അല്ലെ? വളരെ ചിരിച്ചുകൊണ്ട് സത്യങ്ങളൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ ആർക്കും വേദനിക്കാത്ത രീതിയിൽ, അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം പറയും. പിന്നെ നമ്മൾ അടുത്ത ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ കേൾക്കാൻ പഠിക്കുക. ബി എ ഗുഡ് ലിസണർ. അയ്യോ, ഒട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പറയുന്നതിന് മുമ്പേ ചാടിക്കയറി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ പറയാൻ സമ്മതിക്കത്തില്ല. ഈ ശ്രീകണ്ഠൻ നായരുടെ ടോക്ക് ഷോ പോലെയാണ്. ശ്രീകണ്ഠൻ നായരുടെ ടോക്ക് ഷോ കണ്ടിട്ടുണ്ടോ? അല്ലേ? ഇപ്പോഴൊന്നും കാണാറില്ല, പണ്ട് കണ്ടിട്ടുള്ളപ്പോൾ ഉള്ള കാര്യമാണ്.
അയാള് ഈ ടോക്ക് ഷോയ്ക്ക് ഇങ്ങനെ മയക്കും കൊണ്ട് ഓരോരുത്തർ പോകും. എന്നിട്ട് പറയൂ ഒന്ന് അയാൾ പറയാൻ തുടങ്ങും. എന്നിട്ട് താങ്കളുടെ അഭിപ്രായം എന്താണ്? പറയൂ പറയും. അങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഒറ്റ ചാട്ടം ഇങ്ങോട്ട്, അല്ലേ? താങ്കൾ എന്ത് പറയുന്നു? ആരെയും പറയാതെ മതി, അല്ലേ? അപ്പൊ അതാണ് എച്ച് എന്ന് പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആണ്. ആരും ഒരാൾ ചോദിക്കുന്നത് എച്ച് എന്ന് പറഞ്ഞാൽ ഹെൽപ്ഫുൾ എന്ന് വെച്ചാല് നമ്മള് ഈ പറയുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപയോഗം ചെയ്യുമോ എന്നുള്ളത് ഹെൽപ്ഫുൾ. അപ്പോൾ നല്ല സംസാരത്തിന്റെ പകുതി ഭാഗം നല്ല രീതിയിലുള്ള കേൾവിയാണ്. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കാതെ അവർ പറയുന്നത് പൂർണ്ണമായി കേൾക്കുന്നത്, അല്ലെ, അവരോടുള്ള ഒരു ബഹുമാനം കൂടെയാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആരെങ്കിലും എന്തെങ്കിലും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് മുഴുവൻ കേൾക്കണം, അല്ലെ? അവർക്ക് പലരും പറയാനുണ്ടാവും, അത് നമ്മൾ കേൾക്കണം. കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. അതിന് പറയാൻ സമ്മതിക്കാതെ ചാടിക്കേറി, അല്ലെ, നമ്മുടെ അഭിപ്രായങ്ങള് പറയല്ലേ വേണം. അവരെ ഒന്ന് പറയാനായിട്ട് സമ്മതിക്കണം, അല്ലെ? അപ്പൊ നല്ല ഒരു കേൾവിക്കാരനായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കണം. പലർക്കും പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ അവരെന്താ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു തീരുമാനത്തിലെത്താൻ. അല്ലാതെ നേരത്തെ തന്നെ ഒരു തീരുമാനത്തിൽ എത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കൗൺസിലിംഗ് പോകാൻ. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തായിരിക്കും അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ കിടക്കാൻ, അല്ലെ? അപ്പൊ അത് എപ്പോഴും നമ്മൾ വളരെ നല്ല ലിസണർ ആയിട്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നല്ലൊരു സ്വഭാവമാണ്. എന്താണ്? ബി എ ഗുഡ് ലിസണർ. നല്ല ഒരു കേൾവിക്കാരനായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, അല്ലേ? നമ്മുടെ വീട്ടിലെ ഉള്ള എല്ലാവരുടെയും പരാതി എന്ന് പറഞ്ഞാൽ എന്റെ പരാതി ആര് കേൾക്കാനാ? ഞാനിത് ആരോട് പറയാനാ, അല്ലെ? ആർക്കും എന്റെ വിഷമങ്ങൾ കേൾക്കാൻ ആർക്കും സമയമില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? എന്തിനാ അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? കാര്യം നമ്മൾ കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അല്ലെ? അവർക്ക് പറയാനുള്ള എന്താണ് നമ്മൾ കേൾക്കണം. നീ പറയും, എന്താണ് നിന്റെ പ്രശ്നം, എന്താണ് പറയണം. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെയൊക്കെ കുറെയൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പലതും ഇങ്ങനെ എന്താണ് അലിഞ്ഞു പോകും. ഉരുകി മഞ്ഞുരുകുന്ന പോലും. കാര്യം എന്താണ്? ഇത്രയും ചേട്ടൻ കേട്ടല്ലോ, ഞാൻ ഇപ്പൊ പറയാനുള്ളത്, അല്ലെ, പറഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസം കിട്ടുമ്പോൾ അവർക്ക് ഈ ഉള്ളിലിരുന്ന് തേങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ആരെങ്കിലും ഒക്കെ പറയണം, അല്ലേ? പറഞ്ഞാലേ ആ ഒരു വിഷമം മാറും. ഇത് ആരോടെ പറയാൻ? ആരും കേൾക്കാനില്ലല്ലോ, ഞാനിത് ആരോട് പറയാൻ പറഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, അല്ലെ? അപ്പൊ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ അവരുടെ പകുതി പ്രശ്നങ്ങളും അതിൽ തീരും. കേട്ടാൽ മതി, പിന്നെ നമ്മൾ അതിന്റെ സൊല്യൂഷൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു കിട്ടാം. അതൊരു നല്ല ഒരു ട്രീറ്റ്മെന്റ് ആണ്. എന്താണ് അവരുടെ മുറിവ് ഉണക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. നമ്മള് വളരെ നല്ലൊരു കേൾവിക്കാരനാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഷുഡ് ലിസൺ, അല്ലെ? സ്വാധ്യാഭ്യാസം ശൈവപ്രാജ്ഞയം കവചിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് എന്താണ് സത്യവും പ്രയോജനകരവും കേൾക്കുന്നവർക്ക് ഉദ്വേഗമുണ്ടാകാത്ത രീതിയിലും ഹിതകരവുമായിട്ട് സംഭാഷണവും പതിവായിട്ടുള്ള വേദമന്ത്രോച്ചാരണവുമാണ് വാങ്മയമായ തപസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ മുടങ്ങാതെ ജപിക്കണം ഈ മന്ത്രം. പിന്നെയോ നമ്മള് ഭഗവത്ഗീതയും ഭാഗവതവും വായിക്കണം. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് വാക്കുകൾ കിട്ടും, അല്ലെ? ആ വാക്കുകളൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ അങ്ങനെ വേണം നമ്മള് ശീലിക്കാനായിട്ട്. അപ്പൊ ഇത്രയും ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്ത് സമാധാനമുണ്ട്. അത് കണ്ടിട്ട് മറ്റുള്ള അയൽവക്കക്കാർക്കും അവരത് കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ അവരത് അഡോപ്റ്റ് ചെയ്തിട്ട് അവർക്കും സമാധാനം ഉണ്ടാവും. ആ ഗ്രാമത്തിലുള്ളവർക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാവും. നമ്മുടെ രാജ്യത്തുള്ളവർക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാവും. എന്താ രസം, അല്ലേ? അപ്പൊ നമ്മൾ വാക്കുകളൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അത്രയും നന്മയാണ് ആ വീട്ടിനകത്തുണ്ടാവും, അത്രയും നന്മയാണ് രാജ്യത്തുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ദണ്ഡവത് പ്രണാം. ഹരേ കൃഷ്ണ. പ്രഭുജി, നമുക്ക് ചിലപ്പോൾ ഭയം ഉണ്ടാകും എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട് പറയൂ. ഭയം. ആ ഭയം ശരിക്കും നമ്മളെ മനസ്സിനെയാണോ ഇത് ബാധിക്കുന്നത്, അതോ നമ്മുടെ ആത്മാവിനെയാണോ? അതെങ്ങനെയാണ് അതിൻ്റെ ശരീരത്തെയാണോ? ആത്മാവിനെ ഒരിക്കലും ബാധിക്കില്ല, നമ്മുടെ മനസ്സിനെയാണ് അത് ബാധിക്കുന്നത്. മനസ്സിനെ ബാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ശരീരത്തെ അത് ബാധിക്കും, അല്ലേ? നമ്മുടെ മനസ്സാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ ദേഷ്യം വരുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കി, അല്ലെ, ആകെ വഷളാക്കി. ദേഷ്യം വരുമ്പോൾ ഡോക്ടർമാർ പറയാൻ നമ്മൾ രക്തം മുഴുവൻ കറുത്തിരിക്കും എന്ന് പറയും.
കാരണം അത് കംപ്ലീറ്റ് എന്താണ് അഴുക്കായി പോകണം അല്ലേ. ആ ദേഷ്യം അല്ലാത്തപ്പോ നല്ല ചുവന്നിരിക്കുന്നത് രക്തം നമ്മൾ ദേഷ്യം വരുമ്പോ കറുകറാവുന്നു, കാരണം അത് പൊല്യൂട്ടഡ് ആവും അല്ലേ. അപ്പോ അത് നമ്മുടെ മനസ്സിനെയാണ് ബാധിക്കുക. നമ്മുടെ മനസ്സ് നിയന്ത്രണാതീതമാകുമ്പോൾ അല്ലെങ്കിൽ മനസ്സ് പ്രക്ഷുബ്ധമാകുമ്പോൾ നമ്മുടെ ശരീരത്തെ അത് വളരെയധികം ബാധിക്കും. നമുക്ക് അസുഖങ്ങൾ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദേഷ്യം വരാതിരിക്കാൻ ശ്രമിക്കണം. ദേഷ്യം വരാതിരിക്കണമെങ്കിൽ നമ്മൾ സദാ ഹരിയായിട്ടിരിക്കാൻ ശ്രമിക്കണം അല്ലെ. എല്ലാം ഇതെവിടെയാണ് അവസാനം എത്തുന്നത്? ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം, സത്സംഗം, പിന്നെ ഈ സ്വാധ്യായം എന്ന് വെച്ചാല് സ്വാധ്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഭഗവത്ഗീത, ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക. അതെല്ലാം ഭഗവാന്റേതാണ് അല്ലെ, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് വായിക്കുമ്പോൾ നമുക്കൊരു സൂത്രം കിട്ടും, നമുക്കൊരു സന്തോഷം കിട്ടും, നമ്മുടെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഭഗവത്ഗീത ഒന്ന് ഏതെങ്കിലും ഒരു പേജ് എടുത്ത് തുറന്നു നോക്കിയാൽ അതിനകത്ത് തീർച്ചയായിട്ടും നമ്മുടെ ചോദ്യങ്ങളുടെ, പ്രശ്നങ്ങളുടെ ഉത്തരങ്ങൾ ഉണ്ടാവും. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം. നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല, ഇത് വായിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നുള്ള ആ ആ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല വായിച്ചു കഴിഞ്ഞ ശേഷം. അപ്പൊ അതാണ് വ്യത്യാസം വരുന്നത്. നമുക്ക് ഇതിനൊക്കെ ഒരുപാട് സഹായങ്ങളുണ്ട്. നമ്മളത് മനസ്സിലാക്കാതെയാണ് നമ്മൾ അല്ലെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരുപാട് സഹായങ്ങൾ നമ്മുടെ ഗൈഡ് ലൈൻ ആണ് എന്ത് ഭഗവത്ഗീത അല്ലെ. ആ ഭഗവത്ഗീതയിൽ ഇല്ലാത്ത സൊല്യൂഷൻസ് ഇല്ല. നമ്മുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാത്തിന്റെ സൊല്യൂഷൻസ് അവിടെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് വായിക്കുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ ശ്രമിക്കാം അല്ലെ, മൗനം പാലിക്കാൻ ശ്രമിക്കാം. ഇതൊക്കെ ശ്രമിക്കുമ്പോൾ നമുക്ക് ആ ദേഷ്യം കുറച്ചൊക്കെ അടക്കാൻ പറ്റും. അടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നന്മ, മനസ്സിന് നന്മയുണ്ടാവും, ശരീരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇതുണ്ടാവും. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. ബാഹ്യമായിട്ടൊരു ഇതിനകത്ത് ഉള്ളതാണെങ്കിലും മൊത്തമായിട്ടൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തൊരു ചെറിയൊരു പയ്യുണ്ട്. വീട്ടിലുള്ള ആ പയ്യൻ ഒരിക്കലും ഒരു നിരീശ്വരവാദിയായിരുന്നു. അപ്പൊ അതിന് എന്തിനും അന്ന് മോദിജി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറയാന്നൊക്കെ പറഞ്ഞതിനൊക്കെ ഭയങ്കര വിമർശനമായിരുന്നു. അങ്ങനെ ആ കുട്ടിക്ക് ഇപ്പൊ ക്യാൻസർ പിടിച്ചെന്നത് ശരീരം വിട്ടു ഇന്നലെ രാത്രി. അപ്പൊ നമ്മൾക്ക് അവിടെ പോയിട്ട് ഗീതപാരായണം ചെയ്യാവോ? എങ്ങനെ നാമം ജപിക്കുക? എങ്ങനെയാ പ്രഭുജി അതിന്റെ സൊല്യൂഷൻസ് എങ്കിൽ എന്താണ്? കാരണം അവർക്ക് വിശ്വാസമില്ലാത്ത ആളുകളാ ചുറ്റുള്ളത് മുഴുവൻ. പിന്നെ നമ്മളവിടെ തീർച്ചയായിട്ടും ചെയ്യാം. അവരുടെ മനജി, വിശ്വാസം നമുക്ക് ആ ആത്മാവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആ ശരീരമാണ് തെറ്റൊക്കെ ചെയ്തത് അല്ലെ. ഈ ഈ ഈ ഒരു ജന്മത്തിൽ കിട്ടിയ ശരീരം ആ കുട്ടി വേണ്ടത് വിധം ഉപയോഗിച്ചില്ല അല്ലെ. ഭഗവാന് എതിരായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചതൊക്കെ. പക്ഷെ ആത്മാവ് എന്ത് ബാധിച്ചു? ആത്മാവ് ഇസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ശ്രീകൃഷ്ണ, ലോർഡ് കൃഷ്ണ അല്ലെ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന സെയിം ആത്മാവാണ് ഇപ്പൊ വെളിയിൽ നിൽക്കുന്ന ആത്മാവ്, ആ കുട്ടിയുടെ ശരീരത്തിന് വെളിയിൽ നിൽക്കുന്ന ആത്മാവ് അല്ലെ. ആ ആത്മാവിന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും ഹരേകൃഷ്ണ മഹാമന്ത്രം പറയാം. അവിടെ പോയിരുന്ന് ഭഗവത്ഗീത വായിക്കുക. ആത്മാവിന് വേണ്ടിയാണ് പറയുന്നത് അല്ലെ. അവൻ ഇത്രയും കാലം എന്താണ് മനസ്സിലാക്കാത്ത കാര്യം ഇപ്പോ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു 10 ദിവസം അദ്ദേഹം ഇപ്പോഴാണ് മരിച്ചതെങ്കിൽ 10 ദിവസം അദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഈ ആത്മാവ് നമ്മൾ എന്തൊക്കെ ആത്മാവിന് വേണ്ടി ചെയ്യുന്നു അതെല്ലാം വളരെ ഭവ്യതയോടുകൂടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മാവിന് ഇപ്പൊ മനസ്സിലാവും. അപ്പൊ എന്നിട്ട് ആത്മാവ് പറയും അല്ലെ, ഇനി ഞാൻ ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യില്ല. ഇനി ഒരു ശരീരം കിട്ടിക്കഴിഞ്ഞാൽ, ഇനി ഒരു മനുഷ്യ ശരീരം കിട്ടാനായിട്ട് എത്രയോ കോടികൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും ഒരു തീരുമാനം എടുക്കും, കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭഗവാന്റെ ഒരു ഭക്തനായി ഇരിക്കും അല്ലെ. എന്ന ഇപ്പോഴത്തെ അനുഭവം, ഇനിയിപ്പോ ഉള്ള ഒരു 10 ദിവസത്തെ അനുഭവം കൊണ്ട് പുള്ളി പഠിച്ചോളൂ അല്ലെ. 12 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും. 10 ദിവസവും അല്ലെ നമ്മൾ എന്താണ് പിണ്ടം വയ്ക്കണം. അപ്പൊ അതിനോടൊപ്പം നമ്മൾ ആത്മാവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് പോയിരുന്ന് ആ വീട്ടിൽ പോയി ഹരേകൃഷ്ണ മഹാമന്ത്രം പറയുക ആത്മാവിന് വേണ്ടി. പിന്നെ ഭഗവത്ഗീത വായിക്കുക, ഭാഗവതം വായിക്കുക അല്ലെ, രാമായണം വായിക്കുക. ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട്. ഒരു തെറ്റുമില്ല മാതൃ, ഒരു തെറ്റുമില്ല. കാര്യം നമ്മൾ ആ ആത്മാവിനെയാണ് കാണുന്നത്. ഹരേകൃഷ്ണ പ്രഭുജി, അവര് കേട്ടിരിക്കുന്നവർക്കും അതിനോട് അത്ര ഒരു ഉൾക്കൊള്ളാൻ കഴിയാത്ത ടീമുകളാവുമ്പോ നമ്മൾ ചെയ്യാന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. ഒരു തെറ്റുമില്ല. നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്യുന്നു. അത്രേ. ഹരേകൃഷ്ണ മൂവ്മെന്റിന്റെ ഒരു കടമ നമ്മൾ ചെയ്യുന്നു. അത് ഇന്നല്ലെങ്കിൽ നാളെ അവരത് തിരിച്ചറിയും. അപ്പോ അന്ന് എന്റെ മോൻ മരിച്ചപ്പോ ഇവരൊക്കെ വന്നിരുന്നു, ഞാനത് അവരെ നന്നായിട്ട് കൈകാര്യം ചെയ്തതുമില്ല. അയ്യോ, അപ്പൊ അവർക്ക് മനസ്താപം ഉണ്ടാവും. അവര് തിരിച്ചു വരാൻ, അവർക്ക് ഹരേകൃഷ്ണ മഹാമന്ത്രം പറയാൻ, അല്ലെങ്കിൽ അവർ ഹരേകൃഷ്ണയിലോട്ട് വരാനുള്ള ഒരു 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 പഴുതാണത്. നമ്മൾ എവിടെയെല്ലാം സൗകര്യം കിട്ടുമോ അത് അവിടെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അവർ മുറുമുറുക്കും, ചിലപ്പോൾ അവർ മുഖം കാണിക്കും അല്ലെ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല കിട്ടുക. എന്നാലും നമ്മൾ ഒറ്റയ്ക്ക് പോരുത്. ഒരു 3-4 പേര് കൂടി അവിടെ പോയിരുന്ന് ഹരേകൃഷ്ണ മഹാമന്ത്രം പറയും അല്ലെ. ഒരു 15 മിനിറ്റെങ്കിലും പറഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആത്മാവിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത് ചെയ്തു.
അതിന്റെ എന്താണ് ഉപയോഗം ആത്മാവിന് കിട്ടുന്നുണ്ട്. വളരെ 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 ഉപയോഗം കിട്ടുന്നുണ്ട്. ഇത്രയും പാപമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ, നിരീശ്വരവാദിയാണെങ്കിൽ ആയിരുന്നെങ്കിൽ പോലും അവന് ഇപ്പൊ മരിച്ചതിന് ശേഷം ഇതാണ് അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റും ആ സുഖം എന്താണ്. അപ്പൊ നമുക്ക് അത് ചെയ്യുന്നുണ്ട്, യാതൊരു തെറ്റുമില്ല. മറിച്ച് പോയി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. ദീക്ഷ എടുത്ത ചിലര് പറയുന്ന ഇവിടെയൊക്കെ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ മരണ വീട്ടിൽ കൂടുതൽ പോയിട്ടുള്ള ഇതൊന്നും ചെയ്യാൻ വായിക്കാൻ പോരാ എന്നുള്ളതല്ലാതെ അതിൽ കൂടുതലൊന്നും അവിടെ ചെയ്യാൻ പാടില്ല, അതിൽ സംഘടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണോ പ്രഭുജി? അല്ല ഒരിക്കലും അല്ല. നമ്മളവിടെ മരണ വീട്ടിൽ പോകാൻ പാടില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മളവിടെ പോയി ഡെഡ് ബോഡി ഒന്നും തൊടാതിരുന്ന, നമ്മളിപ്പോ ഡെഡ് ബോഡി തൊടേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ സ്വന്തക്കാരാണെങ്കിൽ നമ്മൾ ഡെഡ് ബോഡി തൊടും അല്ലെ. നമ്മൾ ആ മരണ വീട്ടിൽ പോയിട്ട് നമ്മളുടെ ആ ഒരു ഇത് കാണിക്കണം. നമുക്ക് മരിച്ചതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. നല്ലൊരു സത്സംഗം നമുക്ക് കിട്ടി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം. പ്രഭുജി, ഒരാൾ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്, ഐ എന്താണ്? ഐ ഈസ് ഇൻസ്പയറിംഗ് അല്ലേ. അവർക്ക് ആർക്കെങ്കിലും മറ്റുള്ളവർക്ക് പ്രചോദനം ചെയ്യുന്നത് ആണോ എന്നുള്ളതാണ് ഐ അല്ലെ. THINK. ടി എന്ന് പറയുന്നത് ഒന്നും കൂടി ഞാൻ പറയാം, ട്രൂത്ത് ആണ്. H എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ആണ് അല്ലേ. I എന്ന് പറയുന്നത് ഇൻസ്പയറിംഗ് ആണ്. N എന്ന് പറയുന്നത് എന്താണ്? നെസസറി ആണോ. പിന്നെ K എന്ന് പറയുന്നത് കരുണ, കൈൻഡ്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ പ്രഭു? പ്രഭു നല്ല രീതിയിൽ പ്രഭു ഇന്ന് ക്ലാസ് അവതരിപ്പിച്ച്, എന്നത്തെയും ക്ലാസ് നല്ലതാണ്, ഇന്ന് അതിലും മനോഹരമായിരുന്നു. പ്രഭു ഒരു സംശയം ചോദിക്കട്ടെ. ഈ തിങ്ക്, THINK, തിങ്ക് എന്നത് തിങ്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറയുന്നത് ഒന്നാണ്. ഒരേ മീനിങ് വരും. പ്രഭു ഒന്നും കൂടെ പറയാം. സോറി. തിങ്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തിലാണ് വരുന്നത്. തിങ്ക് ബിഫോർ യു ലീപ്പ്, LEAP, ലീപ്പ്. ഓക്കെ, തീർച്ചയായിട്ടും. ഇവിടെ നമ്മളെ സംസാരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മൗനം വിദ്വാനുഭൂഷണം. താങ്ക് യു പ്രഭു. നമ്മൾ അവസാനം അതിലെത്തിയല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ അങ്ങനെ. ഓക്കെ, പ്രഭുജിക്ക് യാതൊരു മുടക്കവും കൂടാതെ പ്രഭുജി നമുക്ക് വീണ്ടും കിട്ടണം. പ്രഭുജിക്കും പ്രഭുജിയുടെ കുടുംബത്തിനും വേണ്ടി നമ്മൾ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ രാമ രാമ ഹരേ ഹരേ. കൃപാ സിന്ധുപേവച പതിതാനാ वैष्णवेभ्यो नमो नमः। अनेकोटि वैष्णववृंद की हरिनाम संकीर्तन यज्ञ की हरे कृष्णा महामंत्र के शिला प्रभुपाद की जय। श्री आनंद पद्मनाभ स्वामी की जय। हरे कृष्णा प्रभु जी, धन्यवाद प्रणाम। हरे कृष्ण प्रभु जी, थैंक यू। हरे कृष्ण।